السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ലോകരക്ഷിതാവായ നാഥൻ അവന്റെ മഹത്തായ അനുഗ്രഹം നമുക്ക് സദാ വർഷിപ്പിക്കുമാറാവട്ടെ. ഹറമിന്റെയും പറഞ്ഞു വെച്ചത് അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിക്കുകയും അതിന് വിരുദ്ധമായ ശിർക്കിൽ നിന്ന് മാറി നിൽക്കുകയും വേണം. എന്നാൽ ദീനിൽ ആരെയും നിർബന്ധിച്ച് കയറ്റുകയില്ല. വിശ്വാസമാണ് ഇതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ പറയാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയില്ല. വിശ്വസിച്ചിട്ട് പറഞ്ഞാലേ കാര്യമുള്ളൂ. മറ്റൊരു കാര്യം പറഞ്ഞത്, വിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവെ കൊണ്ട് ഉറച്ച വിശ്വാസം അവനുണ്ടായിരിക്കണം. അള്ളാഹു അല്ലാത്ത മറ്റ് ആരാധ്യ വസ്തുക്കൾ പലർക്കുമുണ്ട്. അവകളൊക്കെ ഇവൻ നിഷേധിക്കുകയും വേണം. അതാണ് പറഞ്ഞു വെച്ചത്. എന്തേ അങ്ങനെ ചെയ്യണമെന്ന് പറയാൻ കാരണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് ത്വാഗൂതു യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത് ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹു തആല വലിയുല്ലദീന ആമനു, വിശ്വാസികളായ വിഭാഗത്തിന്റെ കൈകാര്യകർത്താവാകുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് അള്ളാഹു ആകുന്നു. അത് ഈ മുഅ്മിനായ മനുഷ്യൻ, വിശ്വാസിയായ മനുഷ്യൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതാണ് അവന്റെ ഒരു പ്രത്യേകത. അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് നന്മയിലേക്ക് വഴികാട്ടി കൊടുക്കും. തൗഫീഖ് എന്ന് പറഞ്ഞാൽ തൗജീഹുൽ അസ്ബാബി നഹ്വൽ മത്ലൂബിൽ ഖൈർ എന്നാണ്. നല്ല ഉദ്ദേശം അവനുണ്ടാകും. ആ ഉദ്ദേശത്തിലേക്ക് അതിന്റെ സാഹചര്യങ്ങളൊക്കെ അള്ളാഹു ഒരുക്കി കൊടുക്കും. അള്ളാഹു അവരെ സഹായിക്കുകയും ചെയ്യും. ഇതാണ് വലിയുല്ലദീന ആമനു. ആ അള്ളാഹു ചെയ്യുന്നത് കേൾക്കണോ. യുഖ്രിജുഹും, അവരെ അള്ളാഹു തആല പുറപ്പെടുവിക്കുന്നു, മുഅ്മിനുകളെ, മിനല്ലുലുമാറ്റി, ഇരുളുകളിൽ നിന്ന്, ഇലന്നൂരി, പ്രകാശത്തിലേക്ക്, അവിശ്വാസമാകുന്ന ഇരുട്ടിൽ നിന്ന്, വിവരക്കുറവ് ജഹ്ലാകുന്ന ഇരുട്ടിൽ നിന്ന് അവരെ നൂറിലേക്ക്, പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈമാനിലേക്കും ഇൽമിലേക്കും കൊണ്ടുവരുന്നു. ഇതാണ് അള്ളാഹു സത്യവിശ്വാസികൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ വല്ലദീന കഫറു, അവിശ്വാസികളായ വിഭാഗം, ഔലിയാഹും, അവരെ നയിക്കുന്നത് അത്വാഗൂത്തു, അവരുടെ ആരാധ്യ വസ്തുക്കളായ ആ ബിംബങ്ങളും അവരുടെ മറ്റ് ആരാധിക്കപ്പെടുന്ന വസ്തുക്കളുമാകുന്നു. എന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. പിശാചിന്റെ പ്രേരണയോടുകൂടെയാണ് ഈ ബിംബത്തിന്, അതുപോലുള്ള വസ്തുക്കൾക്കൊക്കെ അവർ ഇബാദത്ത് ചെയ്യുന്നത്. അവരോ യുഖ്രിജൂനഹും, അത്തരത്തിലുള്ള ആരാധ്യ വസ്തുക്കൾ, അവരുടെ പിശാച് ഇവരെ പുറപ്പെടുവിക്കും. മിനൻ നൂരി, വല്ല ഈമാനും ഹൃദയത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറപ്പെടുവിക്കും. ഇലല്ലുലുമാറ്റി, അവിശ്വാസമാകുന്ന കുഫറാകുന്ന ഇരുട്ടിലേക്കും ജഹിലാകുന്ന വിവരക്കുറവാകുന്ന ഇരുട്ടിലേക്കും അവരെ പുറപ്പെടുവിക്കും. അപ്പൊ ഉണ്ടാകേണ്ടത് ഉണ്ടാകുന്നില്ല, ഉണ്ടാകേണ്ടത് അല്ലാത്തതാണ് ഉണ്ടാകുന്നത്. ഉലായിക്ക, ഇത്തരത്തിലുള്ള അവിശ്വാസികൾ, അസ്ഹാബുന്നാരി, അവർ നരകത്തിന്റെ ഉടയവരാകുന്നു, നരകനിവാസികളാകുന്നു, നരകത്തിലേക്ക് കടക്കാനുള്ളവരാകുന്നു. ഹും, അവർ ഫീഹ, ആ നരകത്തിൽ, ഖാലിദൂന, എക്കാലത്തും വസിക്കുന്നവരാകുന്നു, കാലാകാലം അതിൽ തന്നെ താമസിക്കുന്നവരാകുന്നു. എന്താ കാരണം? അവരെ പ്രകാശത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് എത്തേണ്ടവരായിരുന്നു അവരെ പ്രകാശത്തിലേക്ക് എത്തിക്കാതെ ഇരുട്ടിൽ അവരെ തളച്ചിട്ടു. ഇരുട്ടിലേക്കാണ് അവരെ പുറപ്പെടുവിച്ചതും ഇരുട്ടിലാണ് അവരെ താമസിപ്പിച്ചതും. അവര് ആ കുഫറാകുന്ന ഇരുട്ടറയിൽ തന്നെ കഴിഞ്ഞുകൂടി. അനന്തരം അവർ നരകനിവാസികളായി തീർന്നു. നരകനിവാസികൾ എന്ന് പറഞ്ഞാൽ ഹും ഫീഹ, ആ നരകത്തിൽ അവർ ഖാലിദൂന, എക്കാലത്തും താമസിക്കുന്നവരാകുന്നു, ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരികയില്ല, ഇങ്ങനെയുള്ളവരാകുന്നു. അപ്പൊ രണ്ട് വിധത്തിലുള്ള വാദികളെ ഇപ്പൊ കണ്ടു. ഒന്ന് യഥാർത്ഥ വാദികൾ, മുഅ്മിനുകൾ. മറ്റൊന്ന്
നിരർത്ഥകവാദികൾ, അവിശ്വാസികൾ, രണ്ട് വിഭാഗത്തിനും ഓരോ ഉദാഹരണം. അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക ഇദ് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദീ യുഹ്യീ വയുമീത് ഖാല അന ഉഹ്യീ വഉമീത് ഖാല ഇബ്രാഹീമു ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബി ഫബുഹിതല്ലദീ കഫർ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അവിശ്വാസിയായ മനുഷ്യന്റെ ഉപമ ആദ്യം പറയുന്നു. അലം തറ, നബിയെ തങ്ങൾ കണ്ടില്ലേ. അലം തറ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം കണ്ടില്ലേ എന്ന്. കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ലേ എന്ന അർത്ഥത്തിനാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ ഒരു വിഷയം? ഒരു അത്ഭുതത്തിന്റെ ചോദ്യമാണത്. ഒരു മനുഷ്യന്റെ ഒരു വഴികേടിന്റെ ഒരു ഉദാഹരണം, ഒരു വഴികേടുണ്ടായിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് അറിയേണ്ട കാര്യമാണ്. ഇലല്ലതി, ഒരാളിലേക്ക് നിങ്ങൾ അറിഞ്ഞ് അറ്റമായില്ലേ? ഒരാളിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? എന്താണ് ആള്? ആരാണ് ആള്? അത് നമ്രൂദ് എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു, ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച. ഇബ്രാഹിം നബി അങ്ങേയറ്റം ഉപദ്രവിക്കുകയും വിശ്വാസത്തിൽ നിന്ന് തടയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും വിശ്വാസികളെ മുഴുവൻ തടുക്കുകയും ചെയ്ത ഒരു വൃത്തികേടിന്റെ ഉപമയായിരുന്നു ഈ നമ്രൂദ്. അയാൾ ഒരിക്കൽ ഇബ്രാഹിമായിട്ടൊരു മുനാദറ നടത്തി. ഇബ്രാഹിം നബിയുമായിട്ടൊരു മുനാദറ, ഒരു വാദപ്രതിവാദം. അതാ പറയുന്നത്. അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തർക്കിച്ചതായ ഒരു മനുഷ്യനിലേക്ക് നിങ്ങളുടെ അറിവെത്തിയില്ലയോ? ഫി റബ്ബിഹി, തന്റെ റബ്ബിന്റെ കാര്യത്തിൽ. ഇബ്രാഹിം നബിയുടെ റബ്ബ് അത് തന്നെയാണ് ഇയാളുടെയും റബ്ബ്. ആ റബ്ബിന്റെ കാര്യത്തിൽ തർക്കിച്ചു, വാദപ്രതിവാദം നടത്തി. എന്തെങ്ങനെ റബ്ബിന്റെ കാര്യത്തിൽ നിഷേധിയായിട്ട് തർക്കിക്കാൻ കാരണം എന്തെന്നറിയോ? അന്നാത്താഹുല്ലാഹു, അള്ളാഹു താല അയാൾക്ക് നൽകിയതാണ് കാരണം. അൽ മുൽക്ക, ഭരണാധികാരത്തെ. അള്ളാഹു അയാൾക്ക് ഇഹലോകത്തിൽ നല്ല നിഅമത്ത്, സന്തോഷം, സുഖം നൽകി. ആ നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സത്യത്തോട് ഏറ്റുമുട്ടുന്നത്, ഇബ്രാഹിം നബിയോട് മത്സരിക്കാൻ വരുന്നത്. അന്നാത്താഹുല്ലാഹുൽ മുൽക്ക, അയാൾക്ക് അള്ളാഹു ഭരണാധികാരം കൊടുത്തു എന്നതാണ് കാരണം. എന്താ സംഭവം ഉണ്ടായത്? സംസാരിക്കുന്ന സമയത്ത് ഇത് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി, എന്റെ നാഥൻ, അല്ലദീ യുഹ്യീ വയുമീതു, ജീവിപ്പിക്കും അവൻ മരിപ്പിക്കുകയും ചെയ്യും, ഇങ്ങനെയുള്ളവനാണ് എന്ന് പറഞ്ഞ നേരത്താണ് ഇബ്രാഹിം നബിയോട് അയാൾ ഏറ്റുമുട്ടിയിട്ട് അയാൾ പറഞ്ഞത്, ഖാല, അയാൾ പറഞ്ഞു, അന ഉഹ്യീ വഉമീതു, ഞാനും ജീവിപ്പിക്കും, ഞാൻ ജീവിപ്പിക്കും, വഉമീതു, ഞാൻ മരിപ്പിക്കുകയും ചെയ്യും. ഇബ്രാഹിം നബി പറഞ്ഞു, എന്റെ നാഥന്റെ പ്രത്യേകമായ ഒരു ഗുണവിശേഷണം, അവനാണ് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ നൽകുന്നത്. യുഹ്യീ, അവൻ ജീവിപ്പിക്കും. വയുമീതു, ജീവനുള്ള വസ്തുവിന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത്, അതിനെ മരിപ്പിക്കുന്നതും അള്ളാഹുവാകുന്നു, എന്റെ നാഥനാകുന്നു. അത് പറഞ്ഞ ഉടനെ ഇവൻ പറഞ്ഞു, ഈ രാജാവ് പറഞ്ഞു, അന ഉഹ്യീ, ഞാൻ ജീവിപ്പിക്കും, വഉമീതു, ഞാൻ മരിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്തത്, അയാളുടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, പറാവുകാരോട്, പോലീസുകാരോട് പറഞ്ഞു, ജയിലിൽ അടക്കപ്പെട്ട രണ്ടുപേരെ കൊണ്ടുവരൂ. രണ്ട് കുറ്റവാളികളെ കൊണ്ടുവന്നു. അതിൽ നിന്ന് ഒരാളെ തലവെട്ടാൻ പറഞ്ഞു, തലവെട്ടി. അല്ലെങ്കിൽ ഇയാൾ നേരിട്ട് വെട്ടി. മറ്റാള് വെറുതെ വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഒരാളെ ഞാൻ ഹയാത്താക്കി ജീവിക്കാൻ അനുവദിച്ചു വിട്ടു, മറ്റാളെ ഞാൻ മരിപ്പിക്കുകയും ചെയ്തു. തിരിഞ്ഞില്ലേ? ഞാൻ ജീവിപ്പിക്കും, ഞാൻ മരിപ്പിക്കും. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തതാണല്ലോ. ജീവനില്ലാത്ത വസ്തുവിന് ജീവൻ നൽകുന്നവനാകുന്നു എന്റെ നാഥൻ. അതിവിടെ എവിടെ? ഇത് ജീവനുള്ള ഒന്നിനാണ്ട് വെറുതെ വിട്ടു എന്നപ്പോ ഈ പറയണത്. മറ്റൊന്ന്, ഇവൻ വാളുകൊണ്ട് വെട്ടി, അത് ശരി തന്നെ, തല തെറിപ്പിച്ചു. മരിപ്പിച്ചത് അവനായില്ല, അല്ല, അത് അന്നേരം അള്ളാഹുവാണ് മരിപ്പിച്ചത്. ഏതായിരുന്നാലും കാര്യം തിരിയാത്ത കേടാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറ്റൊരു തെളിവ് പറഞ്ഞു. ഞാൻ എന്നാൽ മറ്റൊരു തെളിവ് കൊണ്ടുവരാം, നിനക്ക് അതിനോട് ഏറ്റുമുട്ടാൻ പറ്റുമെങ്കിൽ നീ അതിനോടൊന്ന് ഏറ്റുമുട്ടു എന്ന നിലയ്ക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറ്റൊരു ശക്തമായ തെളിവ് കൊണ്ടുവന്നു. ഖാല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഫ ഇന്നല്ലാഹ, എങ്കിൽ തീർച്ചയായും അല്ലാഹു തആല യഅതി ബിശ്ശംസി, സൂര്യനെ അള്ളാഹു കൊണ്ടുവരുന്നു, മിനൽ മശ്രിഖി, അതിന്റെ ഉദയഭാഗത്തിൽ നിന്ന്.
എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് ഭാഗത്താണ്, മശ്രിക്കിലാണ്. അത് പതിവായിട്ട് അങ്ങനെയാണല്ലോ കണ്ടുവരുന്നത്. അതെ. എന്നാൽ ഫൗത്തി ബിഹ, സൂര്യനെ നീ ഒന്ന് കൊണ്ടുവരൂ മിനൽ മഗ്രിബി, അസ്തമാന ഭാഗത്തിൽ നിന്ന്. ഇതുമായിട്ടൊന്ന് ഏറ്റുമുട്ടു. അള്ളാഹു എൻ്റെ നാഥൻ എല്ലാ ദിവസവും കിഴക്ക് നിന്നാണ് സൂര്യനെ ഉദിപ്പിക്കുന്നത്, എന്നിട്ട് അതിനെ പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നു. നിനക്ക് ശക്തിയുണ്ടെങ്കിൽ ഈ സൂര്യനെ പടിഞ്ഞാറ് നിന്ന് മഗ്രിബിൽ നിന്ന് നീ ഒന്ന് ഉദിപ്പിക്കുമെന്ന് കാണാമല്ലോ. ഇത് പറഞ്ഞപ്പോൾ ഫബുഹിത്തല്ലദീ കഫറ, ആ അവിശ്വാസിയായ മനുഷ്യൻ അവൻ അടിപതറി, അവൻ തോറ്റു, പരിഭ്രമിച്ചു. ബുഹിത്ത എന്ന് പറഞ്ഞാൽ തഹയ്യറ, അവൻ പരിഭ്രമിച്ചു. ഇങ്ങനെ ഒരു ചോദ്യം വരുമെന്ന് ഒരിക്കലും അവൻ മനസ്സിലാക്കിയിരുന്നില്ല. ഉടനെ അവൻ പരിഭ്രമിക്കുകയും ഉത്തരത്തിൽ മുട്ടുകയും ചെയ്തു. ഉത്തരത്തിൽ മുട്ടിയാൽ യാഥാർത്ഥ്യത്തിലേക്ക് വരണ്ടേ? അത് വരയണമെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളൊരു തൗഫീഖ് ഉണ്ടാവണ്ടേ? അതില്ലാത്തത് കൊണ്ട് ഇവന് വരാൻ കഴിഞ്ഞില്ല. അള്ളാഹു തആല ലാ യഹ്ദി, അവൻ സന്മാർഗത്തിലേക്ക് ചേർക്കുകയില്ല അൽ ഖൗമല്ലാലിമീന, ലാലിമുകളായ ജനവിഭാഗത്തെ. ലുൽമിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഇതിൽ യാഥാർത്ഥ്യം കണ്ടാലും ശരി, ഇതിൽ നിന്ന് മാറരുത് എന്ന് തീരുമാനിച്ച അക്രമകാരികളായ ആളുകളുണ്ട്. അവരെ അള്ളാഹു ഒരിക്കലും നന്മയിലേക്ക്, സത്യത്തിലേക്ക് എത്തിക്കുകയില്ല. അവരെന്നും അസത്യത്തിൽ കിടന്നിട്ട് ഇങ്ങനെ ആ ഇരുളടഞ്ഞ ജീവിതത്തിലായിരിക്കും തുടരുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഖാല അന്നാ യുഹ്യീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ ഫഅമാതഹു അല്ലാഹു മിഅത ആമിൻ സുമ്മ ബഅസഹ ഖാല കം ലബിസ്ത ഖാല ലബിസ്തു യൗമൻ ഔ ബഅദ യൗം ഖാല ബൽ ലബിസ്ത മിഅത ആമിൻ ഫൻളുർ ഇലാ طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن الله على كل شيء قدير. മറ്റൊരു തെളിവ് പറയാം. ഉസൈർ എന്നൊരു നല്ല മനുഷ്യൻ, സ്വാലിഹായ മനുഷ്യൻ ബനു ഇസ്രായേലിൽ ജീവിച്ചിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. ആ മനുഷ്യന്റെ പല പ്രത്യേകതകളിൽ ഒന്ന്, തൗറാത്ത് അദ്ദേഹം ഹിഫ്ളാക്കിയിരുന്നു. ഹാഫിളു തൗറാത്താണ്. തൗറാത്ത് മനഃപ്പാടമുള്ള ആളായിരുന്നു. വലിയ പണ്ഡിതനായിരുന്നു. ബനു ഇസ്രായേലിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സംഭവം, അദ്ദേഹം ഒരു ദിവസം ഒരു യുദ്ധം നടന്ന യുദ്ധഭൂമിയിലൂടെ അങ്ങനെ നടന്നു. ആ യുദ്ധഭൂമിയിലൂടെ നടന്നു നോക്കുമ്പോൾ അവിടുത്തെ കെട്ടിടങ്ങളുടെ മേൽക്കൂരയൊക്കെ താഴെ വീണിരിക്കുന്നു. അവിടുത്തെ മതിലുകളൊക്കെ മറിഞ്ഞു വീണിരിക്കുന്നു. അവിടുത്തെ ആളുകളൊക്കെ ശവശരീരങ്ങളായിട്ട് ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്നു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ആ കാഴ്ച. ഇതിങ്ങനെ കണ്ടുകൊണ്ട് ഈ പറയപ്പെട്ട ഉസൈർ എന്ന നല്ല മനുഷ്യൻ അത്ഭുതത്തോടു കൂടെ, എങ്ങനെയാണ് പടച്ചോനെ ഇവരൊക്കെ ഇനി ഹയാത്താക്കൂല ഒരു നാളിൽ? ഇയാളുടെ തല അവിടെ, ചെവിപ്പുറത്ത്, കാലപ്പുറത്ത് ഇങ്ങനെ ഛിന്ന ഭിന്നമായിട്ട് പക്ഷികൾ ഭക്ഷിച്ചിട്ടും മൃഗങ്ങൾ കടിച്ച് വലിച്ചിട്ടും അവിടെയും ഇവിടെയുമായിട്ടാണ് ഇതൊക്കെ ഉള്ളത്. ഇതിനൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നീ ഹയാത്താക്കുമല്ലോ, ഇതിനെ ഒരുമിച്ച് കൂട്ടുമല്ലോ, അത് എങ്ങനെയാണ് ആ ഹയാത്ത് എന്ന് അത്ഭുതത്തോടുകൂടെ, അത്ഭുതം കൂറിയതാണ്. താൻ അതിന്റെ നിഷേധിയല്ല, അതിനെ വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ ഉണ്ടായൊരു സംഭവം പറയുന്നത്. ഔക്കല്ലതി, അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് നിങ്ങളുടെ അറിവ് എത്തിയിട്ടില്ലേ മുഹമ്മദ് നബിയെ? എങ്ങനെയുള്ള ആളാകുന്നു? മറ, അദ്ദേഹം നടന്നു, അല ഖറിയത്തിന്റെ, ഒരു ഗ്രാമത്തിലൂടെ നടന്നു. ഒരു ഗ്രാമം തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ആ ഗ്രാമത്തിന്റെ അരികിൽ കൂടെ നടന്നു. വഹിയ, ആ ഖറിയ ഗ്രാമം, ഖാവിയത്തുന്നത് പൊളിഞ്ഞു വീണിരിക്കുന്നു, അല ഉറൂശിഹ, അതിന്റെ സർവ മേൽക്കൂരകളുടെയും മേൽ. അപ്പൊ അതിന്റെ മേൽക്കൂര താഴെ വീണിരിക്കുന്നു, അതിന്റെ മതിൽ വീണുടഞ്ഞിരിക്കുന്നു, അതിൽ ആളുകളൊക്കെ ഛിന്ന ഭിന്നമായിരിക്കുന്നു. ആ പ്രയോഗമാണ് അലാ ഉറൂശിഹ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹ. ഇനി അതിലൊന്നും വീഴാൻ ബാക്കിയില്ല, ഒന്നും തകരാൻ ബാക്കിയില്ല. ആ നിലക്കായിരിക്കുന്നു ആ നാട്. യുദ്ധഭൂമി വളരെ വികൃതമാകുന്നു. കാല, ഇന്നേരം ഈ ഉസൈർ എന്ന ആള് പറഞ്ഞു, അന്നാ യുഹ്യി ഹാദിഹില്ല, എങ്ങനെയാകുന്നു അള്ളാഹു ഇതിനെ
പുനർജീവൻ നൽകുന്നത് ബാദ മൗത്തിഹ, അതുപോൽ മരിച്ചല്ലോ, ഈ നാട് മരിച്ചു, ഈ നാടിന്റെ പ്രൗഢി നഷ്ടപ്പെട്ടു, ഇന്നത്തെ ആൾക്കാരൊക്കെ മരിച്ചു, എന്നിട്ട് ശരീരഭാഗങ്ങൾ അവിടെയും ഇവിടെയുമായിട്ട് ചിതറി ചിതറി കിടക്കുന്നു, വീടുകളും കുടുംബങ്ങളൊക്കെ ആണെങ്കിൽ ഇന്നലക്കായിരിക്കുന്നു. ഇതിന് അള്ളാഹു എങ്ങനെയാണ് ഒരു യഹ്യ ഒരു ജീവിതം നൽകുക, എങ്ങനെയാണ് ഇതിന്റെ മരണാനന്തരം ഇതിനെ ജീവിപ്പിക്കുക എന്ന് അത്ഭുതത്തോടുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞതാണ്, നിഷേധിയായിട്ട് പറഞ്ഞതല്ല. സംഭവിച്ചത് അദ്ദേഹത്തിന് അള്ളാഹു അത് നേരെ അങ്ങോട്ട് കാട്ടിക്കൊടുത്തു അനുഭവത്തിലൂടെ. അമാത്തഹു, അദ്ദേഹത്തെ മരിപ്പിച്ചു അള്ളാഹു താല ഉടൻ മരിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം മരിച്ചു കിടന്നു. എത്ര കാലം എന്ന് അറിയോ? മിയത്ത് ആമിൻ, 100 വർഷം അതേ കിടപ്പിൽ കിടന്നു. അതിന് ശേഷമായിട്ട് സുമ്മ ബഅസഹു, അള്ളാഹു അദ്ദേഹത്തിന് പുനർജന്മം നൽകി. മരിച്ചു എന്ന് മാത്രമല്ല, 100 വർഷം പിന്നിട്ടു, എന്നിട്ട് അദ്ദേഹത്തിന് അള്ളാഹു പുനർജന്മം നൽകി. എന്നിട്ട് കാല, അള്ളാഹു താല ചോദിച്ചു, കം ലബിസ്ത, നീ എത്ര സമയം ഉറങ്ങിക്കിടന്നു? ഉറക്കായിരുന്നല്ലോ നീ, എത്ര സമയം ഇവിടെ താമസിച്ചു? അയാളിങ്ങനെ സൂര്യനെ നോക്കിയപ്പോൾ അയാൾ ഉറങ്ങാൻ കിടക്കുമ്പോണ്ടായിരുന്നതിനേക്കാൾ ഒരല്പം അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. കാല, അയാൾ പറഞ്ഞു, ലബിസ്തു യൗമൻ, ഞാൻ ഒരു ദിവസം ഉറങ്ങിന്നാ തോന്നുന്നത്. ഔ ബഅദ യൗമിൻ, അല്ലെങ്കിലോ ഒരു ദിവസത്തിന്റെ ഒരു അല്പസമയം. അതായത് സൂര്യൻ ഇങ്ങനെ തെറ്റി നിൽക്കുന്നുണ്ട്, അത് ഞാൻ നേരത്തെ ഉറങ്ങുമ്പോ ഉണ്ടായതിന്റെ അപ്പുറത്തേക്ക് വന്നിക്കുകയാണെങ്കിൽ കുറച്ച് സമയമാണ്, അതല്ലെങ്കിലോ അവിടെ തന്നെ എത്തിക്കുകയാണെങ്കിലോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഒരു അല്പഭാഗം ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. കാല, അന്നേരം അള്ളാഹു പറഞ്ഞു, ബൽ ലബിസ്ത, അല്ല, നീ താമസിച്ചിരിക്കുന്നു, നീ ഉറങ്ങിക്കിടന്നിരിക്കുന്നു. മിയത്ത് ആമിൻ, 100 വർഷം ഇവിടെ ഉറങ്ങിക്കിടന്നിരിക്കുന്നു. നിന്റെ ഈ സുഖനിദ്ര നീണ്ട 100 വർഷമായിരുന്നു. ഇനി 2 കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ അയാളോട് അള്ളാഹു പറയുന്നുണ്ട്. ഒന്നിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, മറ്റതിനോ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇത് രണ്ടും അള്ളാഹു അദ്ദേഹത്തിന് കാട്ടിക്കൊടുക്കുന്നു, അള്ളാഹുവിന്റെ കുദറത്ത് ബോധ്യപ്പെടുത്താൻ വേണ്ടി. അള്ളാഹു ഉദ്ദേശിച്ചാൽ എല്ലാത്തിനും നാശം സംഭവിക്കും, അള്ളാഹു നശിപ്പിക്കരുതെന്ന് തീരുമാനിച്ചാൽ അതും ഇവിടെ ഉണ്ടാകും. ഇത് രണ്ടും അദ്ദേഹത്തിന് കാട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫൻളുർ, നീ നോക്കൂ, ഇലാ ത്വആമിക വ ശറാബിക, നിന്റെ ഭക്ഷണത്തിലേക്ക്, നിന്റെ വെള്ളത്തിലേക്ക്. നീ ഈ യാത്രയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കരുതിയിരുന്നു, കുടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് കരുതിയിരുന്നു, പഴച്ചാറ് കരുതിയിരുന്നു. അത് രണ്ടും നോക്കൂ എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ലം യതസന്ന, അതിന് യാതൊരുവിധ ഭാവപ്പകർച്ചയും സംഭവിച്ചിട്ടില്ല. സാധാരണ ഭക്ഷണത്തിലേക്കാണ് വേഗം തന്നെ പുളിപ്പ് വരിക, പകർച്ചയാവല്, വാസന വ്യത്യാസപ്പെടലൊക്കെ. എന്നാൽ ഇതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഒരു കാര്യം, വല്ലൂർ, നീ നോക്കൂ, ഇല ഹിമാരിക്ക, നീ യാത്ര ചെയ്തിരുന്ന നിന്റെ വാഹനമുണ്ടല്ലോ, മൃഗം, കഴുത, ആ കഴുതയിലേക്കൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ കഴുതയെ കാണാനില്ല. കഴുതയുടെ എല്ലുകൾ, നുരുമ്പിയ എല്ലുകൾ, നുരുമ്പി ചുണ്ണാമ്പും കട്ട പോലെയായ എല്ലുകളാണ് അവിടെ കാണുന്നത്. അള്ളാഹു തആല പറഞ്ഞു, നിനക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് നീ ഒരു തെളിവാകാൻ വേണ്ടിയിട്ടുമാണ് ഞാനിങ്ങനെ ചെയ്തത്. നിനക്കിത് ബോധ്യപ്പെട്ടല്ലോ പറ്റും. വലി നജഅലക, നിന്നെ ഞാൻ ആക്കാൻ വേണ്ടിയിട്ടുമാകുന്നു, ആയത്തല്ലിന്നാസി, ജനങ്ങൾക്കുള്ള ഒരു തെളിവാക്കാൻ വേണ്ടി. മരണാനന്തരമുള്ള ജീവിതത്തിന് ഇനി തെളിവ് ചോദിക്കണ്ട, ഉസൈറിനെ കണ്ടാൽ മതി, ബനൂ ഇസ്രായേലിന് അത് ബോധ്യപ്പെടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പ്രഖ്യാപിച്ചു. വൻളുർ, നീ നോക്കൂ, ഇലൽ ഇളാമിയ, എല്ലുകളിലേക്ക് നോക്കൂ. ഏതാണ് ആ എല്ല്? അതാ കഴുതയുടെ എല്ലായിരുന്നു. ആ എല്ലിലേക്ക് നോക്കൂ. നോക്കിയപ്പോൾ നുരുമ്പിയ എല്ലുകൾ, അത് തന്നെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കുന്ന എല്ലുകളാണ് കാണുന്നത്. കൈഫ നുൻഷിസുഹ, അതിനെ എങ്ങനെയാണ് ഞാൻ കഷ്ണം കഷ്ണമാക്കിയതെന്ന് നോക്കൂ. നോക്കുമ്പോൾ ആകെ കഷ്ണങ്ങളായിട്ടുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. തഫറക്കത്ത് വ തബാഅദത്ത്, അതൊക്കെ പൊട്ടിയിട്ട് അവിടെയും ഇവിടെയുമായിട്ട് ചിന്നിച്ചിതറി കിടക്കുന്നു. നോക്കൂ. തുമ്മ നക്സൂഹ, അങ്ങനെ അതിനെ അള്ളാഹു തആല കൂട്ടിയ എല്ലുകളൊക്കെ. എന്നിട്ടോ സുമ്മ നക്സൂഹ, പിന്നെ അതിനെ നാം പൊതിയുന്നു, ലഹ്മൻ, മാംസത്തിനാൽ. അപ്പൊ ഇദ്ദേഹം ആ എല്ലുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ എല്ലുകൾ ഇങ്ങനെ കൂടി അസ്ഥികൂടങ്ങളൊക്കെ റെഡിയായിട്ട് നിന്നു.
അതിന് ശേഷം അതിനെ മാംസം പൊതിഞ്ഞു, അങ്ങനെ അതിനെ തോല് പൊതിഞ്ഞു. അത് നേരത്തെയുള്ള അതേ കഴുതയായി മാറി. ഇപ്പൊ ഇദ്ദേഹത്തിന് ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ. അപ്പോൾ യാതൊരു വ്യത്യാസവും ഉണ്ടാകാത്ത ഭക്ഷണവും വെള്ളവും അത് കണ്ടു. എല്ലാവിധ വ്യത്യാസങ്ങളും ഉണ്ടായതിൽ നിന്ന് പഴയ അവസ്ഥയിലേക്ക് മാറിയ ഈ കഴുതയും രണ്ടും ഇദ്ദേഹം കണ്ടു. ഇപ്പൊ ഇദ്ദേഹത്തിന് ബോധ്യപ്പെടാത്ത ഒന്നുമില്ല. എന്താ? താൻ 100 കൊല്ലം ഇവിടെ മരിച്ചു കിടന്നിരുന്നു എന്നുള്ളത് ഈ കഴുതയെ കണ്ടതിൽ നിന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. ഫലമ്മാ തബയ്യന, അങ്ങനെ ലഹു, തനിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി. അള്ളാഹു തന്നിലൂടെ, ഈ മൃഗത്തിലൂടെ, ഈ ഭക്ഷണത്തിലൂടെ ചെയ്തതൊക്കെ തനിക്ക് ബോധ്യപ്പെട്ടു. ഖാല, അന്നേരം ഉസൈർ പറഞ്ഞു, ആലമു, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എനിക്ക് യാതൊരു സംശയവുമില്ല, ഞാൻ തറപ്പിച്ചു പറയുന്നു, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളുടെ മേലും ഖദീറുൻ, കഴിവുള്ളവനാകുന്നു. അള്ളാഹുവിന് കഴിവില്ലാത്ത യാതൊരു കാര്യവുമില്ല. മരിപ്പിച്ചതിന് ശേഷം ഹയാത്താക്കാനും കഴിയുമെന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. എൻ്റെ അനുഭവം അതാണ്. ഞാൻ അങ്ങനെ മരിച്ചു ജീവിച്ചവനാണ്. എൻ്റെ കഴുത മരിച്ച് നശിച്ച് എല്ലുകളായി തീർന്നു, പൊട്ടിയതായ കഷ്ണങ്ങളായി തീർന്നു. അതൊക്കെ പരസ്പരം കൂടിച്ചേർന്നിട്ട് അത് നല്ല ഒരു കഴുതയായിട്ട് പഴയ അവസ്ഥയിലേക്ക് മടങ്ങി. ഇത് കണ്ടു ഞാൻ. അപ്പൊ ഞാൻ അനുഭവിച്ചറിയുകയും ഞാൻ കണ്ടറിയുകയും ചെയ്തു. ഖാല, ഇദ്ദേഹം പറഞ്ഞു, ആലമു, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എനിക്ക് യാതൊരു സംശയവുമില്ല, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളുടെ മേലും ഖദീറുൻ, അവൻ കഴിവുള്ളവനാകുന്നു. അവന് കഴിവില്ലാത്ത യാതൊന്നുമില്ല. 2 കാര്യങ്ങൾ ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ. ഒന്ന്, ഈ പഴച്ചാറും അതുപോലെ തന്നെ ഭക്ഷണവും അതിന് യാതൊരു പകർച്ചയും വരുത്തരുത്, ഒരു വ്യത്യാസവും പെടുത്തരുത് എന്ന് അള്ളാഹു തീരുമാനിച്ചപ്പോൾ അത് അങ്ങനെ തന്നെ സൂക്ഷിക്കപ്പെട്ടു. അതിന് യാതൊരു മാറ്റം ഉണ്ടായില്ല. ഈ കഴുതയെ നശിപ്പിക്കണമെന്നും അതിൻ്റെ എല്ലുകളൊക്കെ നുരുമ്പിയതാക്കി തീർക്കണമെന്നും അള്ളാഹു തീരുമാനിച്ചപ്പോൾ അതും ഇവിടെ സംഭവിച്ചുവല്ലോ. ഇത് രണ്ടും ഇദ്ദേഹം കണ്ടു. അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ചു, അള്ളാഹു എല്ലാ കാര്യങ്ങളുടെ മേലും ഖുദ്റത്തുള്ളവനാകുന്നു, ഇതിൽ എനിക്ക് യാതൊരു സംശയമില്ല. അർഹമുറാഹിമായ അള്ളാഹു വിശ്വാസത്തെ കൂടുതൽ ദൃഢീകരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.